ഹലോ നമസ്കാരം എല്ലാ കുട്ടികൾക്കും ലിച്ചാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 38 സ്മാർട്ട് ക്വസ്റ്റ്യൻസ് ടു ആസ്ക് ഇൻ എ ജോബ് ഇൻ്റർവ്യൂ ദ ഹാർവാർഡ് ബിസിനസ് റിവ്യൂ ഗൈഡ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടും പറയുന്നത് നമുക്കൊരു ജോബ് ഇൻ്റർവ്യൂവിന് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക്, അതായത് ഇൻ്റർവ്യൂവറിനോട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 38 ചോദ്യങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്കൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഈ 38 ചോദ്യങ്ങളും നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ബോസിനോട് നമ്മൾ അങ്ങോട്ട് കയറി ചോദിക്കണം എന്നുള്ളതല്ല, മറിച്ച് അതിൽ നിന്നും നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും സ്യൂട്ടബിൾ ആവുന്ന, നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആണ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ബേസിക് ആണെന്ന് തോന്നുന്ന ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം എന്നുള്ള രീതിക്കാണ് ഇത്തരത്തിൽ ഒരു 38 ചോദ്യങ്ങളുടെ ലിസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. ദ ഹാർവാർഡ് ബിസിനസ് റിവ്യൂ is a leading business management publication that provides in-depth analysis, research and insights on a wide range of business topics. അപ്പോൾ ഒരുപാട് ബിസിനസ് ടോപ്പിക്കുകളെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസുകളും റിസർച്ചുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന, അല്ലെങ്കിൽ അതൊക്കെയും പബ്ലിഷ് ചെയ്യുന്ന ഒരു ഒരു പബ്ലിക്കേഷൻ അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് പബ്ലിക്കേഷനാണ് ദ ഹാർവാർഡ് ബിസിനസ് റിവ്യൂ എന്നുള്ളത്. ഇറ്റ് ഈസ് വൈഡ്ലി റിഗാർഡഡ് ഫോർ ഇറ്റ്സ് അതോറിറ്റേറ്റീവ് കണ്ടന്റ് വിച്ച് ഇൻക്ലൂഡ്സ് ആർട്ടിക്കിൾസ്, കേസ് സ്റ്റഡീസ് ആൻഡ് എക്സ്പെർട്ട് ഒപ്പീനിയൻസ് ഓൺ ലീഡർഷിപ്പ്, സ്ട്രാറ്റജി, ഇന്നോവേഷൻ ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അപ്പോൾ ഇത്തരത്തിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, ലീഡർഷിപ്പിനെ കുറിച്ചും ഇന്നോവേഷനെ കുറിച്ചും സ്ട്രാറ്റജീസിനെ കുറിച്ചൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് ടോപ്പിക്സിനെ കുറിച്ച് ആർട്ടിക്കിൾസിൻ്റെ രൂപത്തിലും കേസ് സ്റ്റഡീസിൻ്റെ രൂപത്തിലൊക്കെ ആയിട്ട് പല പല കണ്ടന്റുകൾ നമുക്ക് വിശ്വസനീയമായ രീതിയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഹാർവാർഡ് ബിസിനസ് റിവ്യൂവിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ദ 38 സ്മാർട്ട് ക്വസ്റ്റ്യൻസ് ടു ആസ്ക് ഇൻ എ ജോബ് ഇൻ്റർവ്യൂ ഗൈഡ് ഫ്രം ഹാർവാർഡ് ബിസിനസ് റിവ്യൂ ഇസ് എ ഹെൽപ്ഫുൾ ടൂൾ ഫോർ ജോബ് സീക്കേഴ്സ് ഓഫറിംഗ് സ്ട്രാറ്റജിക് അഡ്വൈസ് ഓൺ ഹൗ ടു ഹാൻഡിൽ ഇൻ്റർവ്യൂസ് എഫക്റ്റീവ്ലി. ഇത്തരത്തിൽ ഇൻ്റർവ്യൂകളെ എഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിന് ഇത്തരത്തിൽ ജോലി അന്വേഷിച്ച് നടക്കുന്ന ജോബ് സീക്കേഴ്സിന് ഒരു ഹെൽപ്ഫുൾ ആയ ഒരു ടൂളായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു 38 സ്മാർട്ട് ക്വസ്റ്റ്യൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇറ്റ് ഹൈലൈറ്റ്സ് ദ വാല്യൂ ഓഫ് ആസ്കിംഗ് വെൽ കൺസിഡർഡ് ക്വസ്റ്റ്യൻസ് ടു ഷോ ജെനുവിൻ ഇൻട്രസ്റ്റ് ഇൻ ദ ജോബ് ആൻഡ് കമ്പനി വൈൽ ഓൾസോ ഗെയിനിങ് ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസ് ഫോർ യുവർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ നമ്മൾ ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കാൻ പറ്റുന്ന, അതേപോലെ തന്നെ നമുക്ക് ആ കമ്പനിയിലുള്ള ആ ഒരു താല്പര്യത്തിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ഉതകുന്ന തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു 38 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരു ഓവർ സ്മാർട്ട് ആണെന്ന് തോന്നിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമാണ്, നിങ്ങളെക്കാൾ വലിയ ആളാണ് ഞാൻ എന്നുള്ള രീതിക്കുള്ള ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഒന്നും കൊണ്ടുവരുന്ന രീതിയിലേക്ക് ആവരുത് ഈ ചോദ്യങ്ങൾ മാറേണ്ടത്. മറിച്ച് നമുക്ക് ആ കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്ന രീതിയിൽ, അത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം ആ ഒരു ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കട്ടെ. ഒരിക്കലും അതിനൊരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ എടുക്കാനായിട്ട് പോകരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. 38 സ്മാർട്ട് ക്വസ്റ്റ്യൻസ് ടു ആസ്ക് ഇൻ എ ജോബ് ഇൻ്റർവ്യൂ ദ ഹാർവാർഡ് ബിസിനസ് റിവ്യൂ ഗൈഡ്. The first set of questions is meant to help you decide whether the role is the one that you want. അപ്പോൾ ഫസ്റ്റ് സെറ്റ് കുറച്ച് ചോദ്യങ്ങൾ പറയുന്നുണ്ട്. ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് നമ്മളവിടെ പോയിരിക്കുന്ന, അല്ലെങ്കിൽ എന്ത് പോസ്റ്റിലേക്കാണ് പോയിട്ടുള്ളത്, ആ ഒരു ജോലി നമുക്ക് സ്യൂട്ടബിൾ ആവുമോ, അല്ലെങ്കിൽ നമുക്ക് ഇത് വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ആദ്യം വരുന്നത്. ദീസ് ആർ അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റീസ് യു വിൽ ഹാവ്, ദ പ്രൊജക്ട്സ് യു മൈറ്റ് വർക്ക് ഓൺ ആൻഡ് ഹൗ യുവർ പെർഫോമൻസ് മൈറ്റ് ബി അസസ്ഡ്. അപ്പോൾ അതിലെന്തൊക്കെ പെടാം, നമുക്ക് ഭാവിയിൽ ആ ഒരു ജോലി കിട്ടിയതിന് ശേഷമുള്ള കാര്യങ്ങളാട്ടോ അതൊക്കെയും പറയണത്. അപ്പോൾ ആ ഒരു ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് വരാൻ സാധ്യതയുണ്ട്, അതേപോലെ എന്തൊക്കെ പ്രൊജക്ട്സ് ആണ് നമ്മൾ ഭാവിയിൽ ചെയ്യാൻ സാധ്യതയുള്ളത്, അതേപോലെ തന്നെ നമ്മൾ ഏത് രീതിയിലാണ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അസസ് ചെയ്യപ്പെടുന്നത് എന്നതിനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്, വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻസ് ഫോർ മീ ഇൻ ദിസ് റോൾ. അപ്പോൾ എന്താണ് എന്നിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അതായത് ഈ ഒരു റോളിൽ, ഈ ഒരു പോസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നതിൽ കൂടെ എന്ത് എക്സ്പെക്ടേഷനാണ് എന്നിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഐ ഷുഡ് അക്കംപ്ലിഷ് ഇൻ ദ ഫസ്റ്റ് 90 ഡേയ്സ്. ജോലിക്ക് പ്രവേശിച്ചതിന് ശേഷം വരുന്ന ആദ്യത്തെ 90 ദിവസങ്ങളിൽ എന്ത് കാര്യമാണ് ഞാൻ നേടിയെടുക്കും എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഞാൻ നേടിയെടുക്കേണ്ട, അച്ചീവ് ചെയ്യേണ്ട കാര്യം എന്താണ്. Third one, what is the performance review process like here and how often would I be formally reviewed. അപ്പോൾ ഇവിടുത്തെ ഒരു റിവ്യൂ പ്രോസസ്സ് എങ്ങനെയാണ്, അതായത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമല്ലോ, നമ്മൾ എങ്ങനെ നന്നായി ചെയ്യുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നമ്മൾ നോക്കുമല്ലോ, എക്സാമിൻ ചെയ്യുമല്ലോ. അപ്പോൾ അത് ഏത് രീതിക്കാണ് ഇവിടെ നടക്കാറുള്ളത്, അതേപോലെ തന്നെ എന്ത് ഗ്യാപ്പിൽ, അതായത് വർഷത്തിൽ 2 വട്ടമാണോ അതോ വർഷത്തിലൊരിക്കലാണോ 6 മാസമാണോ 3 മാസമാണോ, എന്ത് ഗ്യാപ്പിലാണ് ഇവിടെ അത്തരത്തിലുള്ള ഇവാലുവേഷൻ പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്.
അടുത്ത ചോദ്യം, വാട്ട് മെട്രിക്സ് ഓർ ഗോൾസ് വിൽ മൈ പെർഫോമൻസ് ബി വാലുവേറ്റഡ് അഗൈൻസ്റ്റ്? എന്ത് ലക്ഷ്യത്തിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയില്ല എന്തിൻ്റെ ബേസിലാണ് നമ്മളതിനെ മെഷർ ചെയ്യുന്നത് നമുക്കറിയണ്ടേ. അപ്പോൾ അങ്ങനെ എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് നമ്മളതിനെ അല്ലെങ്കിൽ എന്നെ അവിടേക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ജോലി ഞാൻ എങ്ങനെ ചെയ്തു എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത് എന്തിൻ്റെ ബേസിലാണ് അല്ലെങ്കിൽ എന്തിൻ്റെ മാനദണ്ഡത്തിലാണെന്നാണ് ചോദിക്കുന്നത്. ഇനി 2 ക്വസ്റ്റ്യൻസും കൂടിയാണ് ആ സെക്ഷനിൽ വരുന്നത്. വാട്ട് ആർ ദ മോസ്റ്റ് ഇമ്മീഡിയറ്റ് പ്രൊജക്ട്സ് ദാറ്റ് ഐ വുഡ് ടേക്ക് ഓൺ? അപ്പോൾ ഞാൻ ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം എനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ പ്രൊജക്റ്റ് എന്തായിരിക്കും? How long before I will be, and fill in the blank here, meeting with the clients, having responsibility for my own accounts, interacting with other departments, etc. അപ്പോൾ ഞാൻ ഇതിന് ശരിക്കും എത്ര മുന്നേ ആയിരുന്നു ഞാൻ ഇവിടെ ഉണ്ടാവേണ്ടിയിരുന്നത്, എന്തൊക്കെ കാര്യങ്ങളിൽ? അപ്പോൾ ഓൾറെഡി ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഒഴിവായതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൽ ആളൊഴിഞ്ഞതുകൊണ്ട്, അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് വന്നതുകൊണ്ട് അതിലേക്കാണല്ലോ എന്നെ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്ലാങ്ക് വന്നിട്ട് ഇപ്പോൾ എത്ര കാലമായി? അതേപോലെ തന്നെ എന്താണ് നമുക്ക് മീറ്റിംഗ്സ്, ക്ലയൻസിനെ കാണേണ്ടതും, അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടത്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഇന്ററാക്ട് ചെയ്യേണ്ടതൊക്കെ ആക്ച്വലി എത്ര മുന്നേ ആയിരുന്നു നമുക്ക് തുടങ്ങേണ്ടിയിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇനി അടുത്ത സെക്ഷൻ വരുന്നത്, the next questions are the ones that will provide clarity on the team you will be working with. This get into the nitty-gritty of how they see you fitting into the larger group. ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത്, നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഏത് ടീമിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, ആ ഒരു ടീമിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ nitty-gritty എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയില്ലേ. അപ്പോൾ ആ ഒരു ലാർജ് ഗ്രൂപ്പിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇനി ചോദിക്കാൻ പോകുന്നത്. വാട്ട് ദ ടീംസ് നീഡ്സ് ആർ, who else is on it, whether you will be managing people, and what other departments you will be working with. അപ്പോൾ ആരുടെയൊക്കെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അവരുടെയൊക്കെ ഒരു നേച്ചർ എങ്ങനെയാണ്, അപ്പോൾ എന്താ പറയുക, വെദർ യു വിൽ ബി മാനേജിങ് പീപ്പിൾ, നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മറ്റുള്ളവരെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരുമോ ഇല്ലയോ, അതേപോലെ തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ടൊക്കെ എങ്ങനെയായിരിക്കും നമുക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരിക. അത്തരത്തിൽ ആ ഒരു ഭാവിയിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ഗ്രൂപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ടീമിനെ കുറിച്ചാണ് ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത്. What types of skills is a team missing that you are looking to fill with a new hire? ഒരു പുതിയ ഒരു ജോലി ചെയ്യാൻ വരുന്ന ഒരാൾ, ഒരു എംപ്ലോയി എന്നുള്ള രീതിയിൽ എന്ത് കാര്യത്തിലാണ് അല്ലെങ്കിൽ എന്താണ് ഇവിടെ ഓൾറെഡി മിസ്സിംഗ് ആയിട്ടുള്ളത്, അതായത് എന്ത് സ്കില്ലാണ് എന്നിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നത്. What are the biggest challenges that I might face in this position? അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ എന്താണ് ഏറ്റവും വലിയ ചാലഞ്ചായിട്ട് ഞാൻ ഫേസ് ചെയ്യാൻ പോകാൻ സാധ്യതയുള്ളത്? Do you expect my main responsibilities in this position to change in the next 6 months or a year? അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ആ ഒരു അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് 6 മാസത്തിൽ 1 വർഷത്തിൽ എങ്ങനെയാണ് അതിൽ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ചേഞ്ചാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ ചേഞ്ച് വരുമോ അല്ലെങ്കിൽ അതിന് സാധ്യതയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. Can you tell me about the team I will be working with? ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന ടീമിനെ കുറിച്ച് എന്തെങ്കിലും പറയാമോ, അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? 11ാമത്തെ ചോദ്യം, ഹൂ വിൽ ഐ വർക്ക് വിത്ത് മോസ്റ്റ് ക്ലോസ്ലി, വാട്ട് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ യൂണിറ്റ്സ് വിൽ ഐ ഇൻട്രാക്ട് വിത്ത്? അപ്പോൾ ഏറ്റവും ക്ലോസ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യേണ്ടി വരിക ആരൊക്കെയാണ്, അതേപോലെ തന്നെ വേറെ ഏത് മറ്റുള്ള പുറത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് എനിക്ക് ഇൻട്രാക്ട് ചെയ്യേണ്ടതായിട്ട് വരിക. Can you tell me about my direct reports? What are their strengths and the team's biggest challenges? അപ്പോൾ ഡയറക്റ്റ് റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ തൊട്ട് മേലെ വരുന്ന എന്താ പറയുക ഉദ്യോഗസ്ഥൻ എന്നുള്ളൊരു മീനിങ്ങിലാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഡയറക്റ്റ് മുകളിൽ വരുന്ന അദ്ദേഹം ആരായിരിക്കും, അതേപോലെ തന്നെ ഈ ഒരു what are their strengths and their team's biggest challenges, അപ്പോൾ എന്താണ് അവരുടെ സ്ട്രെങ്ത്, അതേപോലെ തന്നെ ഏറ്റവും വലിയ ചാലഞ്ചുകളൊക്കെ എന്താണ്. അടുത്ത സെക്ഷൻ വരുന്നത്, എ ലോട്ട് ഓഫ് ടൈംസ് ദ പേഴ്സൺസ് ഇൻ്റർവ്യൂവിങ് യു വിൽ ബി എ പൊട്ടൻഷ്യൽ ബോസ്. ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, ഹിയർ ആർ സം ക്വസ്റ്റ്യൻസ് ഫോർ ദം. ദീസ് വിൽ ഗിവ് യു എ സെൻസ് ഓഫ് ഹൂ യു വിൽ ബി വർക്കിംഗ് ഫോർ, ദ റിലേഷൻഷിപ്പ് ടു ദ ലാർജ് ഓർഗനൈസേഷൻ, ആൻഡ് വെദർ യു വാണ്ട് ടു ബി വർക്കിംഗ് ഫോർ ദം. അപ്പോൾ ഇത് ചോദിക്കാൻ പോകുന്നത്, നമ്മൾ മിക്കവാറും നമ്മളതിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന നമ്മുടെ പൊട്ടൻഷ്യൽ ബോസ് ആയിരിക്കും, അതായത് നമുക്ക് ആ ഒരു ജോലി തരുന്ന അതിൻ്റെ ഒരു മെയിൻ ഹെഡായിട്ടുള്ള ഒരാളായിരിക്കും ആ ഒരു കൂട്ടത്തിൽ ഉണ്ടാവുക. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് എന്തൊക്കെ ചോദിക്കാം, അപ്പോൾ നമ്മൾക്ക് ആ ഒരു ജോലിയിൽ നമ്മളവിടെ സ്യൂട്ടബിൾ ആവുമോ, അതേപോലെ തന്നെ എന്താ പറയുക ആർക്ക് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരിക, അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു വലിയൊരു ഓർഗനൈസേഷനുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളാണ് പറയുന്നത്. ഹൗ ലോങ് ഹാവ് യു ബീൻ അറ്റ് ദ കമ്പനി? എത്ര കാലമായിട്ട് സാർ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു എന്താ പറയുക കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ താങ്കൾ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹൗ ലോങ് ഹാവ് യു ബീൻ എ മാനേജർ? അപ്പോൾ താങ്കൾ ഒരു മാനേജറായിട്ട് ഇവിടെ ഇപ്പോൾ എത്ര കാലമായി? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് പാർട്ട് ഓഫ് വർക്കിംഗ് ഹിയർ? ഇവിടെ ജോലി ചെയ്യുന്നതിൽ താങ്കളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഭാഗം എന്താണ്? അടുത്തെന്ന് പറയുന്നത്, ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ കമ്പനി ടു ഗെറ്റ് എ ഗുഡ് സെൻസ് ഓഫ് വെദർ ദ ഓർഗനൈസേഷൻസ് ഗോൾസ് ആൻഡ് വാല്യൂസ് അലൈൻ വിത്ത് യോൺ. അപ്പം നമ്മുടെ എന്താ പറയുക ലക്ഷ്യങ്ങളും കാര്യങ്ങളും നമ്മുടെ മൂല്യങ്ങളും ഒക്കെ ആയിട്ട് ഈ കമ്പനിയുടെ ലക്ഷ്യങ്ങളും മൂല്യങ്ങളൊക്കെ മാച്ച് ചെയ്ത് പോകുമോ എന്നറിയാനുള്ള ചോദ്യങ്ങളാണ് ഇനി വരുന്നത്.
വാട്ട് ആർ ദ കറന്റ് ഗോൾസ് ദാറ്റ് ദ കമ്പനി ഈസ് ഫോക്കസ്ഡ് ഓൺ? ഇപ്പോൾ കമ്പനി ഫോക്കസ് ചെയ്തിട്ടുള്ള ഗോളുകൾ, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആൻഡ് ഹൗ ഡസ് ദിസ് ടീം വർക്ക് ടു സപ്പോർട്ട് ഹിറ്റിംഗ് ദോസ് ഗോൾസ്? അപ്പം ഈ ഒരു ടീം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടീം വർക്ക് കൊണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ എത്രത്തോളം നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും? വാട്ട് ഗെറ്റ്സ് യു മോസ്റ്റ് എക്സൈറ്റഡ് അബൌട്ട് ദ കമ്പനീസ് ഫ്യൂച്ചർ? നമ്മുടെ കമ്പനിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ട് തോന്നിക്കുന്ന എന്ത് കാര്യമാണ് താങ്കൾ കണ്ടിട്ടുള്ളത്? അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഹൗ ഡു യു ഡിസ്ക്രൈബ് ദ കമ്പനീസ് വാല്യൂസ്? കമ്പനിയുടെ മൂല്യങ്ങളെക്കുറിച്ച്, വാല്യൂവിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാനുള്ളത്, വിവരിക്കാനുള്ളത്? ഹൗ ഹാസ് ദ കമ്പനി ചേഞ്ച് ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്? ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് എങ്ങനെയാണ് കമ്പനിക്ക് മാറ്റം വന്നിട്ടുള്ളത്? വാട്ട് ആർ ദ കമ്പനീസ് പ്ലാൻസ് ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്? ഭാവിയിൽ കൂടുതൽ വളരാനും ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത്? One important note here, don't ask about things you can find in a quick Google search because it gives the impression that you haven't done your research. നമ്മൾ ജസ്റ്റ് ഗൂഗിളിലെ കമ്പനിയുടെ പേര് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ, അതൊന്നും നമ്മൾ ഒരിക്കലും കയറിയിട്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് പാടില്ല എന്നാണ് പറയണേ. കാരണം അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പോലും ആ കമ്പനിയെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചിട്ടില്ല എന്നുള്ളൊരു നെഗറ്റീവ് ഇംപ്രഷൻ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചോദിക്കാനായിട്ട് നിൽക്കരുത്. Another crucial area to consider is the company culture. The following questions can help you with that. ഇനി നമുക്ക് നോക്കാനുള്ള കമ്പനി കൾച്ചറിനെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഹൗ ഡു യു ടിപ്പിക്കലി ഓൺ ബോർഡ് എംപ്ലോയീസ്? ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പൊതുവെ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്തെടുക്കാറുള്ളത്? വാട്ട് ഡു ന്യൂ എംപ്ലോയീസ് ടിപ്പിക്കലി ഫൈൻഡ് സർപ്രൈസിങ് ആഫ്റ്റർ ദെയർ സ്റ്റാർട്ട്? പുതിയ എന്താ പറയുക എംപ്ലോയീസ് ഒക്കെ വരുന്ന സമയത്ത് അവർ എങ്ങനെയാണ്, അതായത് ഒരു തുടക്കക്കാരെന്നുള്ള രീതിക്ക് എന്താണ് അവരെ സർപ്രൈസിങ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്? Is there anything that I should read before starting that would help me have a shared understanding with my colleagues? അപ്പോൾ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ വായിക്കേണ്ടതായിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയാകുമ്പോൾ കൂടുതൽ എനിക്ക് എന്താ പറയുക കൊളീഗ്സിനെ കുറിച്ച് അറിയാനും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക കൂടുതൽ നോളജ് കിട്ടുന്ന രീതിയിൽ, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വായിക്കേണ്ടതായിട്ടുണ്ടോ? വാട്ട് ഇസ് എ ഫേവറേറ്റ് ഓഫീസ് ട്രഡീഷൻ? നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഓഫീസ് ട്രഡീഷൻ എന്താണ്? വാട്ട് ഡു യു ആൻഡ് ദ ടീം യൂഷ്വലി ഡു ഫോർ ലഞ്ച് ടൈമിൽ പൊതുവെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ഡു യു എവർ ഡു ജോയിൻറ്റ് ഇവൻറ്റ്സ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ടീംസ്? അപ്പോൾ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മറ്റ് ടീംസായിട്ടൊക്കെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ജോയിൻ്റ് ആയിട്ട് ഇവൻറ്റ്സ് ചെയ്യാറുണ്ടോ? വാട്ട് ഇസ് ഡിഫറെൻറ്റ് അബൌട്ട് വർക്കിംഗ് ഹിയർ ദാൻ എനിവെയർ എൽസ് യു ഹാവ് വർക്ക്ഡ്? മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസമാണ് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? ഹൗ ഹാസ് ദ കമ്പനി ചേഞ്ച് സിൻസ് യു ജോയിൻഡ്? താങ്കൾ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം എത്രത്തോളം ഈ കമ്പനിക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്? ഹിയർ ആർ സം ക്വസ്റ്റ്യൻസ് ദാറ്റ് ഗെറ്റ് അറ്റ് കരിയർ പാത്ത്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇനി ചോദിക്കുന്നത് നമ്മുടെ കരിയർ പാത്തിനെ കുറിച്ച് അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെയുള്ള നമുക്ക് എന്തൊക്കെ രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് സ്വയം ഉറപ്പുവരുത്താൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. വാട്ട് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വിൽ ഐ ഹാവ് ഇൻ ദിസ് റോൾ? അപ്പോൾ ഈ ഒരു റോളിൽ നിൽക്കുന്നതിനെ കൊണ്ട് ഭാവിയിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് സ്വയം ഒന്ന് എന്താ പറയുക ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടാൻ സാധ്യതയുള്ളത്? ഹൗ ഡസ് ദ ടീം ഐ വിൽ ബി പാർട്ട് ഓഫ് കണ്ടിന്യൂ ടു ഗ്രോ പ്രൊഫഷണലി? അപ്പോൾ ഞാൻ എന്താ പറയുക വർക്ക് ചെയ്യുന്ന ഹൗ ഡസ് ദ ടീം ഐ വിൽ ബി പാർട്ട് ഓഫ് കണ്ടിന്യൂ ടു ഗ്രോ പ്രൊഫഷണലി? അപ്പോൾ ഈ ഒരു ടീം ഏത് രീതിക്കാണ്, അല്ലെങ്കിൽ ഞാൻ പാർട്ടാവാൻ പോകുന്ന ഈ ഒരു ടീം ഏത് രീതിക്കാണ് പ്രൊഫഷണലി ഗ്രോ ചെയ്യാനായിട്ട് പോകുന്നത്? ആർ ദർ എക്സാമ്പിൾസ് ഓഫ് എ കരിയർ പാത്ത് ബിഗിനിങ് വിത്ത് ദിസ് പൊസിഷൻ? അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് എന്താ പറയുക കരിയർ പാത്ത് ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള ഏതെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് പറയാനായിട്ട് സാധിക്കുമോ? വാട്ട് ആർ ദ കോമൺ കരിയർ പാത്ത്സ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെൻറ്റ്? ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുകൊണ്ട് മെയിനായിട്ടും തിരിയാൻ സാധിക്കുന്ന ഏതൊക്കെ കോമൺ കരിയർ പാത്തുകളാണ് ഉള്ളത്? ഹൗ ആർ പ്രൊമോഷൻസ് ടിപ്പിക്കലി ഹാൻഡിൽഡ്? പൊതുവെ പ്രൊമോഷൻസ് എങ്ങനെയാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്? വേർ ഹാവ് സക്സസ്ഫുൾ എംപ്ലോയീസ് മൂവ്ഡ് ഓൺ ടു? അപ്പോൾ എവിടേക്കാണ് ഇവിടെ നിന്നും സക്സസ്ഫുൾ ആയ ആളുകൾ എവിടേക്കാണ് മൂവ് ചെയ്തിട്ടുള്ളത്? വൺസ് യു ഹാവ് കവേർഡ് യുവർ ബേസസ് കൺക്ലൂഡ് വിത്ത് സം ക്വസ്റ്റ്യൻസ് അബൌട്ട് വാട്ട് ഇസ് ഹാപ്പനിങ് നെക്സ്റ്റ് ഇൻ ദ ഹയറിംഗ് പ്രോസസ്സ്. അപ്പോൾ ഹയറിംഗ് പ്രോസസ്സിൽ നമ്മൾ എവിടെ ജോയിൻ ചെയ്യിക്കുന്ന പ്രോസസ്സിൽ അടുത്തതായിട്ട് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി വരുന്നത്. വാട്ട് ആം ഐ നോട്ട് ആസ്കിങ് യു ദാറ്റ് ഐ ഷുഡ്? ഞാൻ ചോദിക്കണമായിരുന്നിട്ടും ഞാൻ ചോദിക്കാതെ പോയിട്ടുള്ളത്, അതായത് ആക്ച്വലി ഞാൻ ചോദിക്കണമായിരുന്നു പക്ഷേ ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് താങ്കൾക്ക് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ? ഈസ് ദർ എനിത്തിങ് എൽസ് ഐ ക്യാൻ പ്രൊവൈഡ് യു വിത്ത് ദാറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ? നിങ്ങൾക്ക് സഹായകമാവുന്ന എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ തരേണ്ടതായിട്ടുണ്ടോ? ഇസ് ദർ എനിത്തിങ് ഐ ക്യാൻ ക്ലാരിഫൈ ഫോർ യു അബൌട്ട് മൈ ക്വാളിഫിക്കേഷൻസ്? എൻ്റെ ക്വാളിഫിക്കേഷൻസിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഇനി പറഞ്ഞു തരാനായിട്ടുണ്ടോ? വാട്ട് ആർ ദ നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻ ഹയറിംഗ് പ്രോസസ്സ്? അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ഇനി ഉണ്ടാവുന്നത്? അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഓൾറെഡി എന്താ പറയുക നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തോളൂ അല്ലെങ്കിൽ
യു ആർ സെലക്റ്റഡ് എന്നൊന്നും പറഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിച്ചൊരു ഐഡിയയിൽ എത്തിയതിന് ശേഷമാണ് നമ്മളവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ജോയിൻ ചെയ്യണോ വേണ്ടേ എന്ന തീരുമാനത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ആ രീതിക്കുള്ള ചോദ്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. വൈൽ റാപ്പിംഗ് അപ്പ് ദ ഇൻ്റർവ്യൂ യു മേ ബി ടെംപ്റ്റഡ് ടു ആസ്ക് അബൌട്ട് സാലറി ഓർ സ്റ്റാർട്ട് ഡേറ്റ്, ബട്ട് ദാറ്റ് ഇസ് പ്രോബബ്ലി നോട്ട് എ ഗുഡ് ഐഡിയ ആസ് ഇറ്റ് ഈസ് ടു ഏർലി ടു ആസ്ക് അബൌട്ട് ദോസ് തിങ്സ് ആൻഡ് യു ആർ ഓൾസോ നോട്ട് ഇൻ എ പൊസിഷൻ ടു നെഗോഷിയേറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇൻ്റർവ്യൂ എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചോദിക്കാൻ തോന്നാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് എത്രയാണ് സാലറി, എപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്നൊക്കെ ചോദിക്കാൻ തോന്നും. പക്ഷേ അത് ചോദിക്കരുതെന്നാണ് പറയുന്നത്. കാരണം ഓൾറെഡി നമ്മൾ അവിടെ അപ്പോയിൻറ്റഡ് ആയി എന്നോ അല്ലെങ്കിൽ അതിലൊരു തീരുമാനമൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അവിടെ നമുക്ക് വാദിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ചർച്ച ചെയ്യാനോ ഒന്നുള്ള ഒരു വേദി നമുക്കവിടെ ആയിട്ടില്ലാത്തത് കൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവോയ്ഡ് ചെയ്യണം. പുട്ട് ദാറ്റ് ഓഫ് അൺടിൽ യു ആർ സർട്ടൻ ഓഫ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ ഹയറിംഗ് യു. ഹിയർ ആർ സം എക്സാമ്പിൾസ് ഓഫ് അതർ ക്വസ്റ്റ്യൻസ് യു ഷുഡ് നോട്ട് ആസ്ക്. അപ്പോൾ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കാനാണ് പറയുന്നത്. നമ്മുടെ കാര്യത്തിൽ തീരുമാനമാണല്ലോ അവിടെ ആക്ച്വലി അവിടെ നമ്മളെ ഹയർ ചെയ്തു എന്നൊരു തീരുമാനത്തിലേക്ക് കിട്ടുന്ന ആ ഒരു ഉറപ്പ് കിട്ടുന്നത് വരെ നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. അതേപോലെ തന്നെ ഇനി ചോദിക്കാൻ പാടില്ലാത്ത കുറച്ച് ചോദ്യങ്ങളാണ് ഇനി പറയുന്നത്. ക്യാൻ യു ടെൽ മീ അബൌട്ട് യുവർ ഹെൽത്ത് ഇൻഷുറൻസ്. ഇവിടുത്തെ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറയാമോ? വാട്ട് ആർ യുവർ പെയ്ഡ് ലീവ് പോളിസീസ്. ജോയിൻ ചെയ്യുന്ന മുന്നേ കയറിയിട്ട് നമ്മൾ പെയ്ഡ് ലീവ് എങ്ങനെയാണ് ഇവിടെ കിട്ടുക എന്നൊക്കെ ചോദിക്കുന്നത് മോശമല്ലേ? സോ ഡു ഐ ഹാവ് ദ ജോബ്. അപ്പോൾ എനിക്ക് പണി കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടുമോ എന്നുള്ള രീതിക്കൊന്നും നമ്മൾ ഒരിക്കലും ചോദിക്കാനായിട്ട് പാടില്ല. ആസ് എ റിമൈൻഡർ യു ആർ നോട്ട് ഗോയിങ് ടു ആസ്ക് ഓൾ ഓഫ് ദം. അപ്പം അവർ പറയുന്നുണ്ട്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ 38 ചോദ്യം നമ്മൾ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിൽ ഇരുന്നിട്ട് അങ്ങോട്ട് ചോദിക്കുക എന്നുള്ളൊരു അർത്ഥമല്ല അതിനുള്ളത്. ബി മൈൻഡ്ഫുൾ ഓഫ് ദ ഇൻ്റർവ്യൂവേഴ്സ് ടൈം. അപ്പോൾ ഇൻ്റർവ്യൂവറിൻ്റെ സമയത്തിനെ നമ്മൾ മാനിക്കണം. ആൻഡ് ഇഫ് യു ഹാവ് ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ് ലെഫ്റ്റ്, ചൂസ് 2 or 3 ദാറ്റ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു യു. യു വിൽ ഓൾവേസ് ഹാവ് ടൈം ടു ആസ്ക് മോർ ക്വസ്റ്റ്യൻസ് വൺസ് യു ഹാവ് ദ ഓഫർ ഇൻ ഹാൻഡ്. അപ്പോൾ നമുക്ക് മേ ബി വളരെ കുറച്ച് മിനിറ്റ്സ് മാത്രമേ ടൈം കിട്ടുമായിരിക്കുള്ളൂ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് എന്ത് ചോദിക്കാം? ഇതിൽ ഈ 38 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന 2 or 3 ചോദ്യങ്ങൾ ചോദിക്കുക. അല്ലാതെ ഒരിക്കലും ഈ ചോദ്യങ്ങൾ ഫുള്ളി ഇരുത്തി ചോദിച്ച് ഇൻ്റർവ്യൂവർ അതിൻ്റെ ആൻസർ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്നുള്ള രീതിക്ക് ഒരിക്കലും നമ്മൾ ഇരിക്കാനായിട്ട് പാടില്ല. മാത്രമല്ല കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് അവസരം കിടക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അന്വേഷിച്ച് അറിയാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്